മാനസിക വെല്ലുവിളി നേരിടുന്ന പെൺകുട്ടിയെ വീട്ടിൽ കയറി പീഡിപ്പിച്ചു. യു.പി. സ്വദേശി രാജേഷാണ് ഈ ക്രൂരകൃത്യം ചെയ്തത്. സഹോദരനും അമ്മയ്ക്കുമൊപ്പം താമസിക്കുന്ന ഈ പെൺകുട്ടിക്കാണ് അപകടമുണ്ടായത്. അമ്മ ജോലിക്ക് പോവുകയും സഹോദരൻ വീട്ടിന്റെ പുറത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. വീട്ടിന്റെ മതിൽ ചാടിക്കയറിയാണ് പ്രതി ഉള്ളിലേക്ക് കടന്നത്. പ്രതി പെൺകുട്ടിയുടെ വാ പൊത്തിപ്പിടിച്ചാണ് ഈ കുറ്റകൃത്യം നടത്തിയത്. അതിനുശേഷം പെൺകുട്ടി ഉറക്കെ നിലവിളിക്കുകയായിരുന്നു. അപ്പോഴാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. നാട്ടുകാർ പ്രതിയെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. യു.പി. സ്വദേശിയെ പ്രതി ദീർഘനാളുകളായി പെൺകുട്ടിയുടെ വീട്ടിന്റെ അടുത്ത് താമസിക്കുകയായിരുന്നു. വീട്ടിലെ സാഹചര്യം നേരത്തെ തന്നെ മനസ്സിലാക്കിയ പ്രതി സാഹചര്യം ഉപയോഗിച്ച് കുറ്റകൃത്യം ചെയ്യുകയായിരുന്നു. പ്രതിക്ക് ഇതിനു മുമ്പ് ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ടോ എന്നൊക്കെ ഇനി പരിശോധിക്കേണ്ടി വരും. പ്രതി പോക്സോ കേസിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ മാനസിക വെല്ലുവിളി നേരിടുന്ന പെൺകുട്ടിക്ക് വെറും 16 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. മാനസിക വെല്ലുവിളി നേരിടുന്ന ഈ പെൺകുട്ടിയോടാണ് ഈ ക്രൂരത എന്നുള്ളതാണ് ഏറെ വേദന ഉണ്ടാക്കുന്നത്. പ്രതികരിക്കാൻ കഴിയില്ല എന്ന് കരുതിയാകണം പ്രതി ഉപദ്രവിക്കാൻ ശ്രമിച്ചത്. എന്നാൽ കുട്ടിയുടെ നിലവിളി കേട്ട നാട്ടുകാർ പ്രതിയെ പിടികൂടി. പ്രതി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ഇനി നിയമത്തിന്റെ ഏത് കുരുക്കാണ് പ്രതിക്ക് രക്ഷപ്പെട്ടു പോകാനുള്ള സാഹചര്യത്തെ കൂടി ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് കണ്ടറിയാം. ക്രൂര മനസ്സുള്ള ഒരാൾക്ക് മാത്രമേ ഇത്തരമൊരു കാര്യം ചെയ്യാൻ സാധിക്കൂ. നമുക്ക് ചുറ്റും കഴുകൻ കണ്ണുകൾ കറങ്ങി നടക്കുന്നുണ്ടെന്ന് എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം.